ഹമാസ് പിടിയിലുള്ള ഇസ്രായേൽ ബന്ദികളെ ഉടൻ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. 10 ബന്ദികളെ ഒറ്റത്തവണ മോചിപ്പിക്കുന്ന പദ്ധതിക്കാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്ന് നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ ഹമാസ് തടവിൽ ഇപ്പോഴും കഴിയുന്ന ഈത്തൻ മോറിന്റെ കുടുംബത്തോടാണ് നെതന്യാഹു ഇക്കാര്യം പങ്കുവച്ചത്. ഗാസ മുനമ്പിലെ തടവിലാക്കപ്പെട്ട 10 ബന്ദികളെ ഒറ്റത്തവണയായി മോചിപ്പിക്കുന്നതിനാണ് നിലവിലെ കരാർ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഹമാസ് പിടിയിൽ ബന്ധിയാക്കപ്പെട്ട ഈത്തൻ മോറിന്റെ കുടുംബത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗദി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള അൽ അറേബ്യ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ഹമാസ് 2 ഘട്ടങ്ങളിലായി കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാനും ശേഷിക്കുന്ന ബന്ദികളെക്കുറിച്ചുള്ള കാലികമായ വിവരങ്ങൾ നൽകാനും സമ്മതിച്ചു എന്നാണ്. വെടിനിർത്തൽ കരാർ തയ്യാറാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ഖത്തർ, ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള മധ്യസ്ഥർ. ഈ മാസം അവസാനത്തോടെ ഒരു കരാറിലെത്താൻ US ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഗാസയിൽ നിന്ന് ഹമാസിന്റെ ഉന്നത നേതൃത്വത്തെ പുറത്താക്കുന്നതിനുള്ള ചർച്ച പിന്നീടുള്ള തീയതിയിലേക്ക് മാറ്റിവെച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ബന്ദികളുടെ മോചനം ഉടൻ നടക്കുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിലെ US ഇസ്രായേൽ ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള അന്തിമ ഘട്ടത്തിലാണെന്നും പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിക്ക് അടുത്തെത്തിയിരിക്കുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.